ചെങ്ങന്നൂരിലൊക്കെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽമേളയിൽ 25,000 കൂടുതൽ ആളുകൾ ഈ തൊഴിൽമേളകളിൽ വന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങള് ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ആർട്ടിഫിഷ്യൽ കാല്, കൈ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, അവർക്ക് യാത്ര ചെയ്യാനുള്ള 3 വീലറുകൾ, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് റിച്ചാർഡ് ഹൈൻ MP-യുമായി ബന്ധപ്പെടുത്തി തൃശൂർ കേന്ദ്രമായി നടത്തിയില്ല 7ഓളം ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ കേരളത്തിൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് ഈ പാവപ്പെട്ട ആളുകളുടെ ദിവ്യാംഗരായ ആളുകൾ കൊടുക്കുന്ന സംരംഭം നടത്തിയത് ഞങ്ങൾ സൈനാണ്. 1820 പേർക്ക് അതിന്റെ ആനുകൂല്യം കൊടുത്തു. അതിൽ ഏതാണ്ട് 200ഓളം 2 വീലറുകൾ അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്പോൺസർ ചെയ്തത്. ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഈ ഫണ്ടൊന്നും ഞങ്ങൾ സൈനിലേക്ക് വാങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ അലൻഫോനയുടെ വിതരണം. അതിനടിസ്ഥാനത്തിൽ 3 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത വിപുലമായ പരിപാടി ഞങ്ങൾ സൈനിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കുറെ കാലങ്ങളായി കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണുകളുടെ പരിശോധനയും ചെറിയ പരിപാടി 50 പേര് 60 പേരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി 100-ൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. 2000-ഓളം ആളുകൾക്ക് സൗജന്യമായ ഓപ്പറേഷൻ ചെയ്തു കൊടുത്തത്. അത് ആയുഷ്മാൻ ഭാരതിന്റെ സെൻട്രൽ ഗവൺമെന്റ് പരിപാടി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തത്. പാവപ്പെട്ട നിർധനരായ ആളുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങളുടെ ആളുകളുടെ കല്യാണത്തിനുള്ള സഹായം കൊടുത്ത് കഴിഞ്ഞ മാസം വരെ കൊടുത്തത്. ചികിത്സയിലിരിക്കുന്ന ആളുകൾ, പാവങ്ങളായ ആളുകൾക്ക് ഇപ്പൊ ഈ പൈപ്പിലുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഞങ്ങൾ സഹായം കൊടുത്തു. അങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നടത്തുന്ന കഴിഞ്ഞ 10-12 വർഷമായി പൊതുരംഗത്തുള്ള സ്ഥാപനമാണ് സൈൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പതിറ്റാണ്ടിന് മേലെ 15-ാം വയസ്സിൽ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി ജയിലിൽ പോയി പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ. സംഘപ്രചാരകനായും BJPയുടെ വിവിധ ചുമതലകളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ചുമതല എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം, നിസ്വാർത്ഥമായ സമീപനം, ഇത് ഞങ്ങൾ ശങ്കര ശാഖയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സേവനോന്മുഖരായി കഴിഞ്ഞ 4 പതിറ്റാണ്ട് അല്ലെങ്കിൽ 4.5 പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ ചെറുപ്പത്തിൽ മുതൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഇടയിൽ പല ആളുകളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പല സംവിധാനങ്ങളുമായി ഒത്തുചേരാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്ന സമയത്താണ് ഇപ്പോ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സ്കൂട്ടറുകൾ വിതരണം നടത്തുന്നു, തയ്യൽ മെഷീനുകൾ വിതരണം നടത്തുന്നു, ലാപ്ടോപ്പുകൾ വിതരണം നടത്തുന്നു. ഇതൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് എന്നും മാർഗദർശിയായിട്ടുള്ള സായിഗ്രാമിന്റെ ചെയർമാനും ഗുരുതുല്യനായ അനന്തകുമാർജി അത് കണ്ട സമയത്ത്
ഇതിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. ബഹുമാനായ മന്ത്രി വളരെ മാന്യനായ അഴിമതിയുടെ കറപുരളാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന 2 വീലർ പദ്ധതി കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ ഏറ്റവും ബഹുമാനരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും പങ്കെടുത്തിട്ടുള്ള ഞങ്ങൾ ആരുമില്ലാത്ത ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോ പൊതുരംഗത്തുള്ള എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ CSR ഫണ്ടുകൾ വഴി പലതും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റ് 2% കമ്പൽസറി ആയിട്ടുള്ള CSR ഫണ്ടുകൾ നിലവിലുണ്ട്. അത് പല രംഗങ്ങളിലും ഇന്ന് പോസിറ്റീവായി ഉപയോഗിക്കുന്നു, വളരെ നല്ല സെൻസിൽ അത് ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ ഫണ്ടിങ് സംവിധാനമില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു ഇത് CSR ഫണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി എനിക്കതിന് ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അതൊക്കെ നല്ല സെൻസിൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ, ആക്ഷേപിക്കല്ല. അത് കേരളത്തിലെ 10-200 സംഘടനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കോൺഫെഡറേഷൻ. അതിൽ വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന, നമുക്കെല്ലാം ബഹുമാനിക്കുന്ന ഒരുപാട് സംഘടനകൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അറിയപ്പെടുന്ന സംഘടനകൾ അതിന്റെ ഭാഗമാണ്. ആതുര സേവന രംഗത്തും ജനങ്ങളെ സേവിക്കുന്ന രംഗത്തും എന്നും കർമ്മനിരതരായി ജീവിതം ഒഴുകി വച്ചിട്ടുള്ള മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ട്രസ്റ്റുകളുണ്ട്. ഇപ്പോ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് കോതമംഗലം അതിരൂപത് രണ്ടല്ലുള്ളതാണ്. 100% സേവനം നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലുള്ള ഒരുപാട് സംഘടന ഇതിന്റെ ഭാഗമായി പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോ ഏറ്റവും ബഹുമാനായ നേതൃത്വം കൊടുക്കുന്ന ASS വലിയ സേവന രംഗത്തുള്ള സംഘടനയാണ്. അതേപോലെ തന്നെ ഒരുപാട് സൊസൈറ്റികൾ ഇതിന്റെ കണക്ക് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുണ്ട്, ഈ പോലീസ് സംവിധാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ മൂത്തുകുന്നത്ത് ഏറ്റവും സേവന സന്നദ്ധമായ അങ്ങനെ രാജ്യത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ, കൊച്ചി ദേവസ്വം ബോർഡ് വരെ ഈ സംഘടനകൾ മുഴുവൻ ഇതിൽ അനുഭവമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ള പൊതുപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നിസ്വാർത്ഥമായിട്ടാണ് ഇതിൽ പങ്കെടുത്തായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ടീച്ചറാണെങ്കിലും ശിവൻകുട്ടിയാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഐവീടനാണെങ്കിലും ആര് പങ്കെടുത്ത എല്ലാവരും ജനസേവനത്തിന്റെ ഭാഗമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് സംഘടനകൾ ഇതിന്റെ ഭാഗമാക്കാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ ആസ്വദിക്കുന്നത്. ഇപ്പോ അറസ്റ്റും പരിപാടികളും ഒക്കെ വരുന്ന സമയത്ത്, എല്ലാ പരിപാടികളും വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിനിടയ്ക്കിടയ്ക്ക് അന്വേഷണം നടത്തി എന്താണ് ഇതിന്റെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാം. ആ എഗ്രിമെന്റിൽ ഞങ്ങൾ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ
സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നാഷൻ ഞങ്ങളുടെ സംഘടന. അത് ഒന്നാം കക്ഷിയായി എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കൊറസോൺ പണാടൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് എന്ന പ്രൊജക്ട് കൺസൾട്ടൻസി സ്ഥാപനത്തിന് വേണ്ടി പ്രൊപ്പറേറ്റർ പരസ്പരം സംബന്ധിച്ചെഴുതി തയ്യാറാക്കിയ ഉടമ്പടി ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ ഇന്ത്യൻ കോൺഫെഡറേഷൻ മുഖാന്തരം പ്രൊജക്ട് കൺസൾട്ടൻസി ഏജൻസിയായ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതി ഉൾപ്പെടുത്തി പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് ചെയ്തു നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും ഇംപ്ലിമെന്റഡ് ഏജൻസിയായ സൊസൈറ്റി ഫോർ നാഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചും താഴെ പറയുന്ന രണ്ട് കക്ഷികളും സംബന്ധിച്ച് ധാരണയായിരിക്കും. ഈ എഗ്രിമെന്റിനകത്ത് ഇത് നമുക്ക് വായിക്കാം. ഇതിനെ സംബന്ധിച്ച് ഈ ഇതിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ ₹1 പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. ₹1 പോലും ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളുടെ 2 വീലർ വിതരണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ആ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പണം ഞങ്ങൾ കൃത്യമായി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിന്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾ ഒരു ഏരിയയാണ്. ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളുടെ അടുത്ത് വന്നു ചേരും. എല്ലാ സ്ഥാപനങ്ങളിലും 200 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. കോൺഫെഡറേഷനിൽ അംഗമല്ല. കോൺഫെഡറേഷന്റെ അകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടായി അനന്തകുമാർജി രാജിവെച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അതറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല. കാരണം ഞങ്ങൾ കോൺഫെഡറേഷന്റെ ഭാഗമല്ല. ഞങ്ങൾ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. ഞങ്ങള് ഇതിന്റെ ഇടയ്ക്ക് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു. സ്വാഭാവികമായും ഞങ്ങൾ അന്വേഷണം നടത്തി. അതിനുശേഷം പോലീസ് പരിപാടി നടത്തി. അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്തത് ഉത്തരമേഖല IG-യാണ്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പോസിറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും, ആരും നെഗറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കില്ല, പോസിറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും. അദ്ദേഹം ആണത് അതിനുശേഷം ഉദ്ഘാടനം ചെയ്തു. പേര് ഞാനിപ്പോ சொல்லுங்க. ഒക്ടോബർ 30 വരുമ്പോ പറയാം. കേസ് മാധവൻ IPS IG നോർത്ത് റീജിയൻ. അത് ഞങ്ങളിവിടെ കേട്ടോ. മൂവാറ്റുപുഴയിലെ കേസ് എടുത്തതിന് ശേഷം പോലീസ് പോലീസ് അസോസിയേഷൻ അതൊന്ന് കൃത്യമായിട്ട് പറയുമോ? നിങ്ങൾ പറഞ്ഞു നാഷണൽ NGO കോൺഫെഡറേഷൻ അപ്പോ അത് ഇപ്പൊ ഡീറ്റെയിൽ പറയാം. നമ്മുടെ പേരാണ് നമ്മൾ വാട്സപ്പ് ഇട്ടില്ല. അങ്ങനെ പ്രശ്നമില്ല. നിങ്ങൾക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഒരുപാട് കിട്ടുക. നിങ്ങളെപ്പോലെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ ഏജൻസി ഫോർ വാട്ടർ മാനേജ്മെന്റ് അഗ്രികൾച്ചറൽ റൂറൽ എഞ്ചിനീയറിംഗ് ആൻഡ് എനർജി. ഉദ്ഘാടനം K. സേതുമാധവൻ IPS. പോലീസ് ക്ഷേമ നികേതൻ. ഒക്ടോബർ 30 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മാലൂർ കോഴിക്കോട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പരിപാടി പ്രശ്നം പങ്കെടുത്തിട്ടുണ്ടോ? ഫോട്ടോ അനന്തകൃഷ്ണൻ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അവരാരൊക്കെയുണ്ട് പറയാം. അനന്തകൃഷ്ണൻ ഫോട്ടോ അയച്ചാണ്. അപ്പൊ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഇവരോട് ചോദിച്ചു എന്താണ് ഇതിന്റെ സാമ്പത്തികമായ സ്ഥിതി. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു പല CSR ഫണ്ടുകൾ പ്രതീക്ഷിച്ചു വന്നിട്ടില്ല, വരുന്നുള്ളൂ, നല്ല പേപ്പർ വെക്കുന്നുണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ കാണാൻ ഞാനൊക്കെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, 3-ാം പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആളുകൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് വണ്ടി കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക്, ആ ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി ഞങ്ങൾ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താണ് പ്രശ്നം? അപ്പൊ ഞങ്ങളുടെ ഫുൾ ഫണ്ട് അവിടെ കൊടുത്തതാണ്, CSR ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് എന്റെ പൊതുജീവിതത്തില് സത്യസന്ധമായ സമീപനത്തിന്റെ ഭാഗമായി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു. ഞങ്ങള് വാഹനം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഡീറ്റെയിൽസ് എടുത്തു. സാധാരണഗതിയിൽ ഇതിന്റെ സിസ്റ്റം ഞങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ കഴിയില്ല. ഇത് അവർക്ക് ഫണ്ട് അടച്ചാൽ അവരാണ് ഈ ഡീലർമാർക്ക് ഫണ്ട് കൊടുക്കുന്നത്. വണ്ടികളുടെ ഓർഡർ കൊടുക്കുന്നത് അവരാണ്. അങ്ങനെ അവർ ഓർഡർ കൊടുത്താൽ മാത്രമേ അവിടെ വണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് നമ്മളെ കൊടുക്കുന്ന പേപ്പർ എല്ലാവരും, എന്റെ മാത്രമല്ല, ഈ 10-20 ഒരുപാട് 100 വണ്ടി 500 വണ്ടി 1000 വണ്ടിയൊക്കെ ബുക്ക് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ആളെ കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഡീലർമാർക്ക് ഞങ്ങൾ പൈസ കൊടുക്കാം, ഞങ്ങളുടെ സൊസൈറ്റി പൈസ കൊടുക്കാം. ആ സൊസൈറ്റി പൈസ കൊടുക്കുന്നതിന് കാരണമായി മുടങ്ങാതെ ഞങ്ങൾ ഇപ്പോൾ വണ്ടി കൊടുക്കും. ഇന്നലെ കൊടുത്തു, നാളെ ആ വണ്ടി വിതരണം ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിർത്താൻ നടത്തി. ഇപ്പൊ ഞങ്ങൾ വിതരണം ചെയ്ത് 5620 വണ്ടിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ആ ആളുകളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ തരാൻ ഞങ്ങളുടെ 5620 വണ്ടി ഞങ്ങൾ വിതരണം ചെയ്തത്. ഞങ്ങൾക്ക് ഇനി ഒരു 5% വണ്ടി കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇത്തരം ആളുകൾ ഞങ്ങളുടെ ഓഫീസിൽ പോയി സർവേ സ്വാഭാവിക പത്രപ്പെടുത്തുന്ന ഭാഗമാണ്, തെറ്റൊന്നുമില്ല. ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്ത് ഇന്നലെ മിനിയാൻ തുടങ്ങിയതല്ല. ആദ്യം ഫോണിന്റെ വണ്ടി ബുക്ക് ചെയ്തവരുണ്ടായി, അതിന് കാലതാമസം നേരിട്ടവരുണ്ടായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വണ്ടി പൈസ റീഫണ്ട് ചെയ്തതായി. ഞങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ ഞങ്ങളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം, വീട്ടിലെ പ്രശ്നങ്ങൾ പറയും, അവർക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകളോട് ഞങ്ങൾ ഈ യൂപിക്സിനോ മറ്റിലേക്ക് മാറാൻ അവർക്ക് താല്പര്യപ്പെടുന്നത് അവർ റീഫണ്ട് ചെയ്തു. അപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ റീഫണ്ട് പ്രോസസ് നടക്കുന്നത്. ആ റീഫണ്ട് പ്രോസസ്സാണ് ഇന്നലെ മിനിഞ്ഞാന്ന് 4-ാം നാളൊക്കെ നടന്നത്. അപ്പൊ ഞങ്ങളുടെ കോർഡിനേറ്റർമാർ വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കോർഡിനേറ്റർമാരോടും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സൈനിന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് വലിയ മാധ്യമങ്ങളിലെ വാർത്തകളും സംവിധാനങ്ങളും ആളുകൾ പാനിക്കാവും. അപ്പൊ ഞങ്ങളവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായി, ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കുക, ഡോക്യുമെന്റ്സ് എടുക്കുക. കാരണം ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് കിട്ടുള്ളൂ ഒരു മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് പരമാവധി കിട്ടുള്ളൂ. അതിപ്പോ പഴയ പോലെ ബുക്കായിട്ടില്ല, ഓൺലൈനിൽ എടുക്കണം, ബുക്ക് ചെയ്തതിനു ശേഷം കിട്ടുക. അപ്പൊ ഞങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങളിത് ഓൺലൈൻ ട്രാൻസ്ഫറിൽ പൈസ കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം. ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് ഇനി കൊടുക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരയാക്കപ്പെട്ടത്, ഞങ്ങളുടെ ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടത്, അതിന്റെ നിയമപരമായ നടപടിക്രമങ്ങളെ കുറിച്ച് ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സൈറ്റ് ഇപ്പോ ഈ വാർത്തകൾ വരുമ്പോൾ ഇപ്പൊ മറ്റേ സീഡ് സൊസൈറ്റി ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥാപനം, കേസ് നടന്നിട്ടുള്ള സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ കോൺഫെഡറേഷൻ അംഗമല്ല, ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SIGM എന്ന് പറയുന്ന സൈൻ എന്ന സ്ഥാപനവുമായി ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ പണം നേരത്തെ വിതരണം ചെയ്ത് കൊടുത്ത് ഇരയാക്കപ്പെട്ട ആളുകളാണ്. ഇപ്പൊ പല ആളുകൾ കേസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ അവിടേക്ക് കടക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അങ്ങനെയാണുള്ളത്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലിറങ്ങിയിട്ടുള്ള സാമൂഹിക പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, പത്ര പ്രവർത്തകന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം പൊതുസേവനത്തിന്റെ ഭാഗമായി ഇതിൽ പെട്ടതാണ്. ഞാനും അതിൽ പെട്ടതാണ്. അങ്ങനെ വിചാരിച്ചുള്ളൂ. ഞാനതിൽ നിന്ന് കൈ കഴുകി ഓടാൻ തയ്യാറല്ല. ഈ വാങ്ങിയ ആളുകൾക്ക് വാഹനം വേണ്ടവർക്ക് വാഹനം എടുക്കും, സാവകാശമെടുക്കില്ല, അതാണെങ്കിൽ പൈസ എടുക്കും, പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സംവിധാനം ഇന്നും ഞങ്ങൾ തുടരുകയാണ്. ഞങ്ങളുടെ സൊസൈറ്റി നല്ല കേൾക്കുന്നതായിട്ടുള്ള
സൊസൈറ്റിയാണ്. 12 വർഷത്തെ പാരമ്പര്യമുള്ള സൊസൈറ്റിയാണ്. ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ സത്യസന്ധമായ സമീപനം, നിലപാടുകൾ പ്രത്യേകം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പത്രസമ്മേളനം നടത്താനുള്ള കാരണം അറിഞ്ഞറിയാതെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മുടെ പേര് വരുമ്പോൾ ഈ ഫ്ലാറ്റിൽ പോയി പെട്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണ ഇതെന്താണ് സംഭവം പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ലേ എന്റെ വീട്ടിൽ അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പണം അവിടെ ഉണ്ട്, നമ്മുടെ വാഹനം ആവശ്യമുണ്ട്. ഒരു സെക്കൻഡ് മേഡം, ഓരോരുത്തരും ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നു. ഇവർക്ക് ഓരോരുത്തരായിട്ട് സമാധാനമായിട്ട് എന്തും മറുപടി അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒക്ടോബർ 30 തീയതിയാണ്. ഈ കേസ് എടുത്ത വർഷം ജനുവരി 14, ഈ വർഷം ജനുവരി 16. അപ്പോൾ കേസ് എടുത്തതിന് ശേഷം അക്കൗണ്ട് നേരത്തെ തന്നെ ഫ്രീസ് ചെയ്തതെന്ന് പത്രങ്ങളിലെ കൊടുത്തിരുന്നു. കുറച്ച് ദിവസമായിരുന്നു, 3-4 മാസമായി. അപ്പൊ മുൻപ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെന്ന് മൂവായിട്ട് നമ്മളുടെ അറിവ് പറയുന്നത് നിങ്ങൾ തന്നെ ഞങ്ങൾ അറിഞ്ഞു. നമ്മളുടെ പറഞ്ഞ അറിവില്ല, മാധ്യമങ്ങളിലെ കൊണ്ടുവന്ന വാർത്തയാണ്. അതിനകത്ത് അദ്ദേഹത്തിന്റെ അവരുടെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് 5 മാസമായി. അതിനുശേഷമാണ് ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് നമ്മുടെ ആളുകൾ വണ്ടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അത് നിങ്ങൾ നോക്കിയാൽ മതി. എനിക്കറിയില്ല, അത് ഞങ്ങളുടെ നിങ്ങളെ നിങ്ങൾ അന്വേഷണമാർക്കുമായ പത്രപ്രവർത്തനം നടത്തണ്ടേ? നിങ്ങൾ തന്നെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. ഇതെന്നാ ഫ്രീസ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഫ്രീസ് കുറെ നാളായി. ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തുന്നത് ആനന്ദകുമാറാണോ? അല്ല, ഞാനിപ്പോ അനന്തകുമാർജിന്ന് പ്രതികൂട്ടിലേക്കാണ്. ഞാൻ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എനിക്ക് 20 കൊല്ലമായിട്ട് സായിഗ്രാമിന്റെ ചെയർമാൻ അനന്തകുമാർജിയെ പരിചയമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അവരുടെ സമൂഹത്തിലെ അന്വേഷണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിത്യേന ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ആളാണ് അദ്ദേഹം. കോൺഫെഡറേഷൻ ചെയർമാൻ. എന്ത് പറഞ്ഞാ പരിചയപ്പെടുത്തുന്നത്? ഇത് ചെയ്യണമേ എന്നാണെന്നാണോ പറയുന്നത്? ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് അന്ന് എല്ലാ സ്ഥലത്തും ഇത് വന്നു കഴിഞ്ഞു. ഞാനീ പറയുന്നത് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് നാട്ടിൽ ഇത് വന്നു കഴിഞ്ഞു. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ടൂ വീലർക്ക് അന്ന് കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പല സ്ഥലത്തും. അങ്ങനെ പ്രസ് ക്ലബിൽ എടുത്ത് പറയണല്ല, ഞാൻ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോസിറ്റീവായിട്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അവർ തമ്മിൽ അതിനകത്ത് ജസ്റ്റിസ് ഒക്കെ ഉണ്ടെന്ന്. നിങ്ങളിതിനകത്ത് ജസ്റ്റിസ് രാമേന്ദ്രൻ, അദ്ദേഹം മുൻ ജസ്റ്റിസ്, അദ്ദേഹം ചീഫ് അഡ്വൈസറായിരുന്നു. വലിയ വലിയ ആളുകളെ ഇതിനകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലുള്ള ആരെങ്കിലും സംശയിക്കണം? അവരും സംശയിച്ചിട്ടുണ്ടാവില്ല. അവരാരും ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടുള്ള നിങ്ങൾ നോക്കി എല്ലാം ഈ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ 100% ചാരിറ്റി നടത്തുന്നവരാ. ഇതിനകത്ത് കുറെ കന്യാസ്ത്രീയമ്മമാരുണ്ട്, നിസ്സാർത്ഥമായി വീട്ടിൽ അവരൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അവർ വരുമ്പോൾ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും സംശയിക്കേണ്ട ആവശ്യം. CSR സാധാരണ കിട്ടും. എന്താ പറ്റുന്ന എനിക്കറിയാൻ പറ്റില്ല. CSR കിട്ടാൻ ഞാൻ പ്രവർത്തനമാണ് കിട്ടാൻ ഒരുപാട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ പെടുന്ന സാധനമുണ്ട്. ഏതെങ്കിലും CSR കിട്ടിയിട്ടുണ്ടോ? ഞാൻ അറിയാൻ കിട്ടിയില്ല. ചേട്ടാ കണക്കിപ്പോ പറയുന്നില്ല. ഇതിന്റെ ഈ സമയത്ത് ഈ മാർച്ചിൽ ഒരു ദിവസം എന്റെ അടുത്തേക്ക് ഈ മറ്റേ അദ്ദേഹം പറഞ്ഞിട്ട് വരിക ചെയ്ത് അനന്തകുമാർ പറഞ്ഞിട്ട് ഞാൻ പയ്യനാണല്ലോ എന്ന് പറഞ്ഞ. അപ്പൊ ഇയാൾ യോജനെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചത് മറ്റേ കൊണ്ട് ചോദിച്ചിട്ട് വന്നതാ. അപ്പോഴേക്കും നിങ്ങളുടെ ഈ പരിപാടി നടന്നിട്ടുണ്ടായി. ഈ ആനന്ദകുമാർ ഇതിൽ നിന്ന് രാജിവെച്ച കാര്യം പിന്നീട് അറിയിച്ചിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ കാശ് കൊടുത്ത് പോയിട്ടുണ്ടായി. കാശ് കൊടുത്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു പറഞ്ഞു അവിടെ പൈസ കൊടുത്തു പോയല്ലോ. ഞാൻ എനിക്കിന്ന് മാറാൻ പറ്റില്ല. എനിക്ക് പബ്ലിക് വേണ്ടി ഞാൻ പണം കൊടുക്കണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അക്കൗണ്ട്സ് കൂടിയ പൈസ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു പണവും പണമായിട്ട് കൊടുത്തിട്ടില്ല. എല്ലാ പൈസയും അക്കൗണ്ടിൽ കൂടി തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കണം. ഈ അക്കൗണ്ട് കൊടുക്കുമ്പോഴേ ഈ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആയി അത് എഗ്രിമെന്റ് ഈ എഗ്രിമെന്റിലുള്ള സ്ഥാപനത്തിലേക്ക് കൊടുത്തേക്കണം. അന്ന് ഈ എഗ്രിമെന്റ് നാഷണൽ കോൺഫെഡറേഷൻ ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും
ആ എഗ്രിമെന്റിനോട് സ്ഥാപനത്തിന് കൊടുത്തേ. ഞങ്ങളിപ്പോ എന്റെ വക്കീലായിട്ട് ഞാൻ എന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. എല്ലാവരും വിളിച്ചോടുന്നല്ല. ഈ സേവനം അതായത് ജനത്തെ സേവിക്കാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്തത്. പക്ഷെ ഇതൊരു കുരിശായി മാറിയോ? ഇതൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്, നിങ്ങൾക്കും എനിക്കും ഉണ്ട്. അപ്പൊ അത് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. എന്താ പറ്റുന്ന എനിക്ക് മനസ്സിലാണ്. CSR ഫണ്ട് സംഘടിപ്പിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സോളാർ ചെയ്യുന്നുണ്ട്. ഏതൊരു ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സോളാറിൽ CSR ഫണ്ടില്ല. മോഡി 79,000 കൊടുക്കും. ഞങ്ങൾ സൈൻ ചെയ്തതാണ്. ഞങ്ങൾ അതിനൊരു പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ കമ്പനിയായിട്ട് സംസാരിച്ചു. അവർ കേരളത്തിൽ 500 ടോപ്പ് കമ്പനീസാണ്. ഞങ്ങൾ 1000കണക്കിന് എത്ര കുറയ്ക്കും, അപ്പൊ ഇത്ര കുറയ്ക്കും. ഞങ്ങൾ ഞങ്ങൾക്ക് ആ പൈസ ആവശ്യമില്ല, പബ്ലിക്കിന് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ 47,000 പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു CSR ഫണ്ട് ഒരു കമ്പനിയിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ആ കമ്പനിക്ക് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് ആ പ്രൊജക്ടിന് അപ്രൂവൽ കിട്ടണം. ആ കമ്പനിയുടെ മേൽനോട്ടത്തിൽ കൂടിയാകും ഈ പരിപാടി നടത്താൻ. ഏതെങ്കിലും സ്ഥലത്ത് എന്റെ സൈൻ CSR ഇന്നലെ വാങ്ങിയിട്ടില്ല. CSR പരിപാടിയുടെ ഭാഗമല്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയാന്നാ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, CSR ഫണ്ടുകൾ കിട്ടാനുള്ള ടെക്നോളജിയുടെ ക്ലാസ്സുകളിൽ ഇപ്പൊ നടക്കണേ. അപ്പൊ CSRനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും വരെ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സൈൻ ഇന്നേ വരെ 10 കൊല്ലത്തെ കാലയളവിനുള്ളിൽ ഞങ്ങള് ഈ CSR ഫണ്ടിൽ പോയിട്ടില്ല. ഇത്രയും പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അറിയാലോ ഒരു കമ്പനിയുടെ പേരില്ല. ഇത് ഏത് കമ്പനിയുടെ പേരില്ല? സാധാരണ ഒരു മിനിറ്റ്, സാധാരണ കമ്പനിയുടെ പേരൊന്നും വേണ്ടതില്ല. സാധാരണഗതിയിൽ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്ന ആൾ എന്നെ വിളിച്ചാൽ കേരളത്തിൽ മാതൃകാപരമായി ഈ രംഗത്ത് സത്യസന്ധമായി നിലപാടുകൾ സ്വീകരിച്ച പ്രതീകമായി നിൽക്കുന്ന ആളാണ്. 100 ഏക്കർ സ്ഥലത്ത് അനാഥാലയം നടത്തുന്നു, കോളേജ് നടത്തുന്നു, ഉന്നതമായ സ്ഥാപനങ്ങൾ നടത്തുന്നു, CSR ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നു. കൃത്യമായി കളവും പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒരാളാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ അനന്തകുമാറിനെ പൂർണ്ണമായി വിശ്വസിച്ചു. അനന്തകുമാർ മാത്രം നിങ്ങളുടെ പ്രസ് ക്ലബിനെ വിശ്വസിക്കാൻ ഞങ്ങള് ഇതിന്റെ സ്കൂട്ടറിന്റെ പണം വാങ്ങിയത് മെയ് മാസത്തിന് ശേഷം വാങ്ങിയിട്ടില്ല. ഞാൻ നിങ്ങളെ കാണാമെന്നല്ലേ. അപ്പൊ മെയ് മാസത്തിൽ വരെ ഞങ്ങള് പണം വാങ്ങി. മെയ് മാസത്തിന് ശേഷം ഞങ്ങൾ 2 വീലർ വേണ്ടി പണം വാങ്ങിയിട്ടില്ല. ആ പണം ഞങ്ങൾ മുഴുവൻ അവർ നേരത്തെ ആവശ്യപ്പെട്ട ഏജൻസിക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ബഹുമാനായ അനന്തകുമാർ എന്നോട് പറയണേ. അപ്പൊ എന്റെ പണം അവിടെ ഇട്ടുപോയി. അപ്പൊ ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും ഇപ്പോഴും ആദരവുണ്ട്. ആ ആദരവിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ മാറ്റത്തുള്ളൂ. ചേട്ടാ, അതായത് പ്രധാനമന്ത്രി നിങ്ങൾ മറ്റേ ഇതിനെ പറ്റി ഇതിന്റെ ഒരു പ്രശ്നം ഇതിന്റെ ഒരു പ്രശ്നം അങ്ങ് കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നു. ജില്ലയിലെ BJP മുഴുവൻ കുഴപ്പത്തിലായി. ഇത് അതെങ്ങനെയാണ്? BJP വലിയ എതിർപ്പ് BJP പൊതുപരിപാടിയിലെല്ലാം പങ്കെടുത്തിരിക്കുന്നത് BJP നേതാക്കളാണ്. ഇത് BJPയുടെ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ്. സ്വാഭാവികമായും ജനവിശ്വാസം കൂടുതൽ ഇതിലേക്ക്. ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്, മന്ത്രിമാരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഫോട്ടോ ഉണ്ട്, ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ എല്ലാ ആളുകളും അതിന് ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ആളുകളും നിങ്ങൾ കേരളത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, മന്ത്രിമാർ, MP-മാർ, പ്രതിപക്ഷത്തിൽപ്പെട്ട ആളുകൾ, എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കാർക്കും നിർദ്ദേശം ഉണ്ടായില്ല, എല്ലാവരും പങ്കെടുക്കുന്നത്. ആരായിരുന്നു പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയത്? ആനന്ദ്കുമാറാണോ? അല്ല, പ്രധാനമന്ത്രിയുടെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സായിഗ്രാമിന്റെ പേരിൽ ആപ്ലിക്കേഷൻ കൊടുത്തായിരിക്കണം. അതായത് ആനന്ദ്ഗ്രാം. അങ്ങനെ ഞാൻ അറിയത്തില്ല. എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എന്റെ ചുമതലയില്ല. അവരാണ് പൈസ ഈ ഡിസൈൻ തരുന്നതൊക്കെ അവരാ. ഇതിനകത്ത് എഗ്രിമെന്റ് ഉണ്ട്. അവരാണല്ലോ CSR. ഞങ്ങളല്ല CSR ഫണ്ട് പഠിപ്പിക്കുന്നത്.
പകുതി പൈസ ആരാ തന്നെ മാഡം പകുതി പൈസ തരുന്നതിനുള്ള എഗ്രിമെന്റ് മുദ്രപത്രത്തിലെ എഗ്രിമെന്റ് ആണിത്. ആ എഗ്രിമെന്റ് എന്ന് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിനു മുമ്പ് ഡേറ്റ് സമയം 28/2/24. ഇതൊക്കെ വന്ന് പറയുന്നത് മാർച്ച് മാസം 5 2024 മാർച്ച് മാസം 5. ഇതില് പല രാഷ്ട്രീയ നേതാക്കളും ഉദ്ഘാടകരായും പിന്നെ വിതരണം ചെയ്യാനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ താങ്കൾ അല്ല ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ അപ്പൊ എനിക്ക് മാഡം ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചില്ല. ബഹുമാനായ ഒരുപാട് ആളുകൾ ഇതിനകത്ത് അല്ല അതിൽ പല അത് എംപിമാരുണ്ട്. ചില എംപിമാർ അത് ഉദ്ഘാടകരായി ഉദ്ഘാടനം അല്ലെന്ന് ഏറ്റവും കൂടുതൽ ഫ്ലക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന അങ്ങയുടെ ഞാൻ ഉപയോഗിക്കുവാനില്ല. ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. പ്രചരണം കൊടുക്കും, ഇനിയും കൊടുക്കും. ഞാൻ ആരാണ് വാങ്ങിയ പണം? ഞങ്ങൾ സൊസൈറ്റി വാങ്ങിയിട്ടുള്ള സൈൻ വാങ്ങിയിട്ടുള്ള പണം ഞങ്ങൾ അവിടെ വിതരണം അവിടെ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകളുണ്ട്, പോലീസ് പരിശോധിക്കുമല്ലോ. ഇതിലെ പ്രശ്നം അങ്ങ് നെടുമ്പാശ്ശേരിയിൽ അടക്കം നടത്തിയ പരിപാടിയിൽ അവിടുത്തെ BJP-കാരാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അവർ പറയുന്നത് BJP-യുടെ പരിപാടി എന്ന് പറയുന്നത് എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ അടുത്ത് ഈ ആളുകളെ ഞങ്ങളുടെ കോർഡിനേറ്റർമാർക്കുള്ള ലൈവാണ്. ഞങ്ങളെ കുറിച്ച് പരാതിയില്ല. അവർക്ക് ആർക്കും ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ദ്രോഹിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആളുകൾക്ക് പണം ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. വണ്ടി കൊടുക്കുന്ന ആളെ ഇട്ടുകൊണ്ടിരുന്നത് അങ്ങ് ഈ സൈൻ മുഖേന കളക്ട് ചെയ്ത് സൈൻ സൊസൈറ്റി കളക്ട് ചെയ്ത പൈസ ആർക്കാണ് കൊടുക്കുന്നത്? ആ പകുതി പൈസ ആൾക്കാർ വാങ്ങിയല്ലോ. ഇവർക്കാണ് ആ എഗ്രിമെന്റിൽ ഇത് കോൺഫെഡറേഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആൾക്കൂടൊന്നും ചെയ്ത അത് ഇന്നുണ്ടാക്കിയതല്ല. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും, ഞാൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ പറവില് കേസ് കൊടുത്തിട്ടുള്ളവര് എല്ലാ ആളുകളും കൊടുത്തിട്ടുള്ളത് ഈ അക്കൗണ്ടിലാണ്. അതായത് ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഇരയാണ്. നിങ്ങളുടെ ഇരയായിട്ട് കൺസിഡറേഷൻ നമുക്ക് തരണം. ഞാൻ ഈ അടുത്ത് അപ്പോഴല്ലേ നമ്മളിത് വണ്ടി കൊടുക്കാൻ തുടങ്ങിയത്. നമ്മൾ നേരിട്ട് പൈസ ഡീലർ റേസ് ചെയ്തപ്പോ അങ്ങനെയല്ല. അല്ലേ ഒക്ടോബറിൽ നടന്നതായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒക്ടോബറിലാണ് ഈ പരിപാടി നടന്നതെന്നാണ് പറയുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷം അറിഞ്ഞതാണ് ഇതുവരെ ANR ഇത്രയും രൂപ അവിടെ തടസ്സപ്പെട്ട് കിടക്കാണ് ഈ സൊസൈറ്റിയുടെ പേര് പറഞ്ഞത്. അതിനൊരു പരാതി നിങ്ങളിപ്പോ റിപ്പോർട്ടർ ചാനലല്ലേ, എനിക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ്. എന്റെ അതിൽ പണം അടച്ചിട്ടുള്ള ആളുകളോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് കഴിക്കൂലി ഒരു ഓടാനുള്ള തേറ്റത്തിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. അങ്ങനെയാ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കണ്ടേ? പോലീസ് തന്നെ പറഞ്ഞ തട്ടിപ്പാണ്, ഞങ്ങളല്ല. പോലീസിന് അങ്ങനെ പോലീസിന് സൈൻ അങ്ങനെ ഒരു ഇരയായിട്ടുണ്ടെങ്കിൽ സൈനിന്റെ ഭാഗത്ത് ഒരു പരാതി പോകാത്തതുകൊണ്ടാണ്. മാഡം ഞങ്ങൾ മാത്രം വണ്ടി കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ 200 ഏജൻസികളും ഈ പറഞ്ഞ ആതുര സേവന രംഗത്തുള്ള സ്ഥാപനങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അതിലൊരു പാട്ടോളൂ ഞാൻ. പക്ഷേ ഈ പറയുന്ന നിങ്ങളോട് കാണാൻ വരുമ്പോ കേരളത്തിൽ 200 പേര് നിങ്ങൾ വെറുതെ വിട്ട് എന്റെ മാങ്ങയെടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യസന്ധമായ ക്ലാരിറ്റിയുള്ള ജീവിതമാണ്. അതിനകത്ത് സ്വന്തം ഞങ്ങളുടെ ജീവിതം കൊണ്ട് കളിക്കരുത്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് അതൊക്കെ നമ്മുടെ ലീഗൽ സൈഡ് നോക്കിയിട്ടല്ലേ എനിക്ക് സഹോദര ഇപ്പൊ കൊടുത്തതിന് സീനിയർ സൊസൈറ്റി പരാതി കൊടുക്കുന്നു. അവർ വണ്ടി കൊടുക്കുന്നില്ലല്ലോ. അവർക്ക് വണ്ടി കൊടുക്കാതെ ആളുകൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് പരാതി കൊടുക്കുന്നത്. പലരും പരാതി കൊടുത്തുള്ളത്. ഞാൻ ചെയ്യുന്ന പണി അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്ന പരിപാടി എന്നിട്ട് പരമാവധി വണ്ടികൾ കൊടുത്തു തീർക്കുന്നത്. ആളുകൾക്ക് പണം വേണ്ടവർക്ക് പണം കൊടുക്കുന്ന ഈ വണ്ടി ഫണ്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പകുതി പൈസ കളക്ട് ചെയ്തത് മറ്റവർക്ക് കൊടുത്തു. കൊടുത്തുപോയി. അത് പോയി. സ്വന്തം നിലയിൽ വണ്ടിയുടെ ഡീലർമാരുടെ കടമുണ്ട്. ഞങ്ങളുടെ സൊസൈറ്റി വാങ്ങി കൊടുത്തു. ഒരു അങ്ങേ കുഴപ്പത്തിലാക്കാനല്ല, അതെ അങ്ങേ കുഴപ്പത്തിലാക്കാനല്ലെങ്കിൽ ചോദിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ തട്ടിപ്പ് നടക്കുമായിരുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് മനസ്സിലാക്കിയ സമയത്ത് അത് പബ്ലിക്കിൽ വന്ന സാധനമാണ്, സീക്രട്ട് ഇതൊന്നും അല്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ വേണ്ടി ചോദിക്കേണ്ടത് എന്താണ് വണ്ടി കൊടുക്കാനുള്ള പരിപാടി. അപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് വണ്ടി കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ നേരെ മറിച്ച് ഇതിപ്പോ ഒരു ചീട്ട് കൊട്ടാരം പോലെ താഴെ വീണാൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ ഹാപ്പി ആയിട്ട് തന്നെ എനിക്ക് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളൂ.
ഇതൊരു വാർത്താക്കുറിപ്പിൽ തരുന്ന ഒരു പ്രശ്നമാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക, സൈറ്റ് വഴി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സൈറ്റ് വഴി പണം നൽകിയവർക്കൊക്കെ ഞങ്ങൾ സ്വന്തം നിലയിൽ സാധനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരുന്നല്ലോ. നിങ്ങൾക്ക് പലതും പറയാം. നിങ്ങളോട് വെച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ ചാനലിൽ കാശ് കൊടുത്ത് എഴുതാൻ പോണേ. നിങ്ങൾക്ക് പല വ്യാഖ്യാനം ഉണ്ടാവുമല്ലോ. ചെറുപ്പത്തിലുള്ള പത്രപ്രവർത്തകർ നിങ്ങൾ പ്രായാധികം മനസ്സിലായി 10-40 കൊല്ലം പൊതുജീവിതം കുടുംബം വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ മേൽ വെറുതെ സുഖത്തിന് വേണ്ടിയുള്ള പരിപാടി ചെയ്തു. റിക്വസ്റ്റാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഞങ്ങളുടെ അക്കൗണ്ടിനകത്ത് 1 രൂപ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണയം ചെയ്യും. ഇത് ഞങ്ങൾ വണ്ടി കൊടുക്കുന്നു. ഞങ്ങൾ ബാക്കിയെല്ലാം ഇപ്പൊ നിങ്ങൾ സി എം സൊസൈറ്റിയുടെ എല്ലാ ഓഫീസും അടച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാ ഓഫീസിലും പോയി നിൽക്കുന്നു. അപ്പൊ ആളുകൾ മേടിച്ച് ഒരു 10 പേരും വരെയിട്ട് ആരെങ്കിലും വരെ കിട്ടും നോക്കിയിട്ട് അതൊക്കെ എന്തിനാന്ന് വെച്ചിരിക്കുന്നത്? ഞങ്ങൾ മാത്രം തുറന്നിരിക്കുന്നു, ബാക്കി എല്ലാ ഓഫീസും അടച്ചു. അല്ല അവർ പൈസ കൊടുത്തു പോസിറ്റീവാണ്. അല്ലെങ്കിൽ അനുകൂലമായ വാർത്തയല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവിടെ വണ്ടി വാങ്ങാൻ പൈസ വാങ്ങാൻ കോർഡിനേഷൻ വഴി ആളുകൾ വരുന്നു. അത് പോസിറ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, കഴിഞ്ഞ ദിവസം വാർത്ത സൈഡിനെ സംബന്ധിച്ച് സൈഡിന് ഗുണമല്ലേ അത്? നല്ലതാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയ. നിങ്ങൾ ആരും ദ്രോഹിച്ചിട്ടില്ല. ദ്രോഹിച്ചിട്ടുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു കാര്യം കഴിഞ്ഞ മെയ് മാസത്തിൽ അത് ഈ പൈസ, അതായത് സൈൻ വഴി പൈസ കളക്ട് ചെയ്ത് നിർത്തി, പിന്നെ ആരെയും വാങ്ങിയിട്ടില്ല. അതിനുശേഷം പിന്നീട് പൈസ അടച്ചിട്ടുണ്ടോ ഈ കോൺഫെഡറേഷന് സൈൻ ചെയ്തത്? കോൺഫെഡറേഷൻ പൈസ അടച്ചു പോയി. അല്ല, അത് മെയ് മാസത്തിന് മുമ്പാണോ അതിന് ശേഷമാണോ? മെയ് മാസത്തിൽ തന്നെ അടച്ചിട്ടുണ്ട്. ഞങ്ങളിതിനകത്ത് ഇവര് പറയുമ്പോൾ ഞങ്ങൾ അടച്ചു. ഇപ്പൊ അനന്തകുമാർജി എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പൈസ എവിടെയും പോയി. ഞാൻ അനന്തകുമാർജി പൈസ എവിടെയും പോയി. അദ്ദേഹം നല്ല മനുഷ്യനാണ്. കാരണം ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. അത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. കാരണം ജീവിതം ഒരു കോഴ്സിന് വേണ്ടി കൊടുത്ത ആളല്ലേ. അപ്പോൾ ഞാൻ അടച്ചുപോയി. എനിക്കിപ്പോ നിങ്ങളൊരു പെട്ടെന്ന് രാജിവെക്കുന്നതിൽ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ എന്റെ വക്കീലോട് ചോദിച്ചപ്പോൾ പറ്റാൻ പറഞ്ഞു. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മറ്റേ CSR ഫണ്ട് തരുന്ന ഈ കോൺഫെഡറേഷൻ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. ഇത് സാധാരണഗതിയില് ഞാനൊരു പൊതുപ്രവർത്തനല്ലേ. എനിക്കറിയാതെ ഏതൊക്കെ രാജ്യത്തെ ഏതൊക്കെ സ്ഥാപനത്തിന് CSR ഉണ്ട്. 2% CSR കൊടുക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് റൂൾസ് ഉണ്ട്. 500 കോടി രൂപയുടെ ടേൺ ഓവർ, 200 കോടി രൂപയുടെ പ്രോഫിറ്റ്, ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ മതി. വേറെ ആരും സഹായം വേണ്ട. അപ്പൊ നമുക്ക് മനസ്സിലാവും എളുപ്പമാണെന്ന്. ഞാനിപ്പോ ലീമഡിയിൽ ഒരു വലിയ ചോദിച്ചു. ജസ്റ്റായിട്ട് എന്റെയും ഐഡിയ കുറിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടല്ല, സൈനിന്റെ ഭാഗമായിട്ടല്ല, ജസ്റ്റായിട്ട് ഞങ്ങളതിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ ആ പരിപാടിയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന CSR വിദഗ്ധന്മാരൊക്കെ ഉണ്ടായി. CSR എലിജിബിലിറ്റി ഉള്ള 100 സംഘടനകളുണ്ടായി. അല്ല, പലപ്പോഴും ഇത്തരം പരിപാടികളിൽ എന്തെങ്കിലും വിതരണം ചെയ്യുമ്പോൾ, ഫണ്ട് വിതരണം ചെയ്യുമ്പോഴാകട്ടെ, ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ CSR ഫണ്ട് നൽകുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളോട് വരാറുണ്ട്. നിർബന്ധമൊന്നുമില്ല. മിക്കവാറും വരാറുണ്ട്. നമ്മൾ ഇപ്പൊ ഇവര് സാധാരണ രീതി ഞങ്ങളെ ചിന്തയിലേക്കാണ്. ഉഷാർ തയ്യൽ മെഷീൻ കൊടുക്കും. ഉഷാർ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന പരിപാടി ഉണ്ടായി. വളരെ വലിയ പരിപാടി. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഉഷയുടെ CSR തന്നെ കൊടുക്കണ്ടെന്നല്ല വിചാരിക്കുക. വലിയ വലിയ കമ്പനികളല്ലേ, ചെറിയ ബ്രാൻഡഡ് സാധനം മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. HP, ഉഷ കമ്പനി, TVS, മറ്റേ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ഉണ്ട് CSR. ഇനി എത്ര വാഹനം കൊടുക്കാൻ? കുറച്ചുള്ള അതിന് കമ്പനി കണക്ക് കിട്ടാനുള്ള പ്രശ്നം. ഈ കൊടുക്കുന്ന മുഴുവൻ അവിടെ നിന്നാണ് വർക്ക് ഓർഡർ കൊടുക്കുന്നത്. അവരുടെ ഓഫീസിൽ പടച്ചിരിക്കുക. അപ്പൊ ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഡീലർമാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഡീലർമാർക്ക് ഇതിനകത്ത് എല്ലാവരുടെ ഒരേപോലെ കിടക്കുന്ന സൈൻ. അപ്പൊ ഞങ്ങൾ തപ്പിയെടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങളുടെ അറിവിൽ കുറച്ച് കൊടുക്കും. ഞങ്ങൾ വിതരണം ചെയ്യുന്ന 5620 ഇപ്പൊ വിതരണം ചെയ്ത് ഇപ്പോ എത്ര വണ്ടി കൃത്യമായിട്ട് 5620 ഏതാണ് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കി. അത് വിതരണം ചെയ്യുന്ന മുഴുവൻ ഇവരുടെ ഏർപ്പാട് വഴിയാണ്. ഇപ്പൊ ഞങ്ങൾ കുറെ ആളുകൾക്ക് റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഇതിന്റെ ഇഷ്യൂ നമുക്ക് കൊടുത്തതല്ല, ആളുകൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കണക്കുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് വിതരണം ചെയ്തതിന്റെ കണക്ക് കിട്ടിയാൽ കൃത്യം പറയാൻ പറ്റും. ഈ വിതരണം ചെയ്യുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ ഈ പണം വർക്ക് കൊടുത്തിട്ട് ഇവരാണ് വർക്ക് ഓർഡർ കൊടുക്കേണ്ടത്. ഞങ്ങളും ഈ ഷോറൂം തമ്മിൽ ഒരു എഗ്രിമെന്റും ഇല്ല. അതിന് ബാക്കി 50% തുക കൊടുക്കാനുള്ള അവർ തമ്മിലുള്ള എഗ്രിമെന്റാണ്. ഇതിന്റെ റൈറ്റിന്റെ കാര്യത്തിലുള്ള ഇപ്പൊ മാർക്കറ്റിംഗ് ഫണ്ട് ഉണ്ടാവും, അത് ഒരു ഉപയോഗിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ.
ആ ഫണ്ടിലേക്ക് ഉള്ളത് ഈ കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഞങ്ങളല്ല. അപ്പൊ അവരുടെ ഓഫീസിൽ പടച്ചിരിക്കുകയാണ്. ഏതാണ് ആ ഓഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് വിതരണം ചെയ്ത വണ്ടികൾ? അതായത് സൈൻ അവിടെ 5,620. അല്ല, സൈൻ 5,620. ഇപ്പൊ നമ്മൾ നിങ്ങളുമ്മിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ പരമാവധി ഡീലർമാരെ ഇപ്പൊ ഡീലർമാരുടെ അടുത്തും കംപ്ലീറ്റ് അവർ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ വേറെ ഞങ്ങൾ ഒരെണ്ണേ ഉള്ളൂ 200 അല്ലെങ്കിൽ 100 ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇവർ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ല മേഡം, അങ്ങനെയല്ല. ഞങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുള്ള പൈസ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു. ആ ഹാൻഡ് ഓവർ ചെയ്തതിനകത്ത് ഞങ്ങൾ എത്ര വണ്ടി വിതരണം ചെയ്തു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് നമ്മൾക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. പക്ഷെ ഡീലർമാരിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് 5,620 ആ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് റീഫണ്ട് വാങ്ങിയ ആളുകളുണ്ട്. അതിപ്പോ ഈ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നലെ തന്നെ നിങ്ങളവിടെ ഇരിക്കണ കാരണം രാത്രി അവർ 12 മണിക്ക് ഓഫീസ് പോകാൻ പറ്റുള്ളൂ. കാരണം ഈ കൊടുത്ത ആളുകളുടെ കണക്കും ബാങ്ക് അക്കൗണ്ടൊക്കെ ആയിട്ട് പൈസ നോക്കണ്ടേ. ഒരു കാര്യം, ഈ 5,620 നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് സൈൻ വഴി. അതിൽ ഇവരെ സഹായിച്ചത്, അതായത് അവര് വാങ്ങി തന്ന എത്ര വണ്ടിയുണ്ട്? അവരല്ല മുഴുവനായിട്ട് സൈൻ കൊടുത്ത വണ്ടിയുണ്ടല്ലോ. 5,000 പകുതി പൈസ ഞങ്ങൾ ആദ്യമേ അടച്ചിട്ടുണ്ട്. ഓക്കെ, ആ പകുതി പൈസ അടച്ചു കൂടാണ്ട് ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യലും CSR വരുന്നില്ല എന്നുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ വണ്ടി കൊടുത്തേ പറ്റൂ. അതിനുവേണ്ടി 3 ലക്ഷം കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് ഞാൻ ഡീലർമാരെ വിളിച്ചു. അപ്പൊ ഡീലർമാരോട് പറഞ്ഞു കുറച്ച് പൈസ ഞാൻ തരാം, കുറച്ച് പൈസ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ. അങ്ങനെ ഡീലർമാരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 1,000 കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പൊ അവരെത്ര പേ ചെയ്തിട്ടുണ്ട്? അതായത് അങ്ങ് പേ ചെയ്ത് വേറെ ഉണ്ട്. അല്ല, അവര് പേ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അവര് പേ ഇപ്പൊ TVS കാരന് അവർ പേ ചെയ്യുന്നത് ചിലപ്പോ പാടൂരുള്ള JSS വേണ്ടിയിട്ടുണ്ടാവും, കോളഞ്ചേരിയിലുള്ള സ്വീഡിന് വേണ്ടിയിട്ടുണ്ടാവും. അവരുടെ കുറെ സംഘടനകളില്ലേ. അങ്ങനെ വരുമ്പോഴും ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കല്ലേ, അത് കൊടുത്തു മുടക്കണ്ടേ? അതായത് പെട്ടെന്ന് ഇങ്ങനെ ടിക്ക് അടിച്ച് കിട്ടാൻ സാധനമല്ല അത്. ഒറ്റ കാര്യമാണ്, താങ്കൾ പൂർണ്ണ അധികാരിയായിട്ടുള്ള ഒരു സംഘടനയാണ് സൈൻ. അതുവഴി എത്ര സ്കൂട്ടറുകൾ ഞാൻ പറഞ്ഞത് വേണ്ട കൃത്യമായിട്ട് ഈ ഒരു 5% കൂടി ഉണ്ടാവും. അതിപ്പോ ഈ എത്ര പേര് ഇന്നലെ രാത്രി നിങ്ങൾ നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു 10 മണി നിങ്ങളോട് ക്ലോസ് ചെയ്ത് തിരിച്ചു കൊടുത്തതല്ല. മേഡം തിരിച്ചു കൊടുക്കുന്ന കാശിന്റെ കാശ് മേടിച്ച് ചോദിക്കല്ലേ? അല്ല, അഡ്വാൻസ് എത്ര പേർക്ക് വാങ്ങിയെന്ന കണക്കാണ് ചോദിക്കുന്നത്. എത്ര പേർക്ക് കൊടുത്തു കൊടുത്തില്ലെന്ന് കൊടുക്കാനുള്ളൂ. അതിനകത്ത് കുറെ പേര് പൈസ റീഫണ്ട് മൊത്തം എത്ര പേര് സൈൻ കളക്ട് ചെയ്തിട്ടുണ്ട്? തിരിച്ചു കൊടുത്തത് ഉൾപ്പെടെ എത്ര പേര് വാങ്ങി? ഞങ്ങൾ കണക്ക് 6,000 ഒക്കെ ഉണ്ടാവും. 6,000 പേരിൽ നിന്ന് വാങ്ങി. 5,000 കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഞങ്ങളുടെ ഒരുപാട് പേര് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവർ കൊടുക്കാൻ ഈ അവരാണ് സപ്ലൈ നടക്കുന്ന സിസ്റ്റം. ആ സപ്ലൈയുടെ സിസ്റ്റത്തിന്റെ പേപ്പറുകൾ അവർ സാധാരണ 20 ദിവസം കഴിഞ്ഞ് തരാറ്. ഞങ്ങൾക്ക് ഇവർ തരുന്ന സിസ്റ്റം 20 ദിവസം കഴിഞ്ഞിട്ടാണ്. ഈ വണ്ടി ആളുകളെ കൊടുക്കുന്നത് TVS കാരനോ ഹോണ്ട അവരായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. വിവിധ പരാതികളിൽ അന്വേഷണം നടക്കണം. അങ്ങനെയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. എനിക്ക് പരാതിയില്ലല്ലോ. അല്ല, എന്നാലും ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നുമില്ല. പരാതി എന്നെ കുറിച്ചില്ല. ഞങ്ങളുടെ സംഘടനയില്ല. പരാതി ഉള്ളത് സീഡിനെ കുറിച്ചാണ്. അത് ഞങ്ങളുടെ സംഘടനയല്ല. ഈ സൈൻ നമ്മളെ കുറിച്ചല്ല. സൈൻ പേയ്മെന്റ് ചെയ്തിട്ട് മുഴുവനായിട്ട് തന്നെ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാൻ വണ്ടിയുണ്ടല്ലോ. അപ്പൊ അതിനുള്ള സ്പോൺസർഷിപ്പ് പിന്നെ ആരാണ്? അത് ഞങ്ങൾ കണ്ടെത്തണം. ഞങ്ങൾ അവരെ കടമൊക്കെ ആയിട്ട് നിർത്തിക്കല്ലേ. അങ്ങ് നേരത്തെ പറഞ്ഞു സൈനിലേക്ക് ആരും വേറെ പൈസ ഇനി കുറിച്ച് വരണം. ഞങ്ങൾ 4 പതിറ്റാണ്ട് കാലത്ത് പൊതുജീവിതത്തിനിടയ്ക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സ്വർണം പണയം വെക്കാം. അത് ഞങ്ങൾ രേഖകൾ ഹാജരായിക്കൂടാം. ഇനി ആരാ തന്നെന്ന് വിളിച്ചു വരണം. അതൊന്നും പറയണ്ട. എങ്ങനെയാണെന്ന് പറയാം. എന്റെ പൊതു ഞാൻ പറഞ്ഞു, പൊതുജീവിതത്തിന്റെ നിഷ്കളങ്കത ഉണ്ടല്ലോ, അത് കുടുംബം പറ്റിയിട്ടാണെങ്കിൽ ചെയ്യും. അത് ചോദ്യം ചെയ്യല്ലേ? നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭ്യാസം നടത്തി ഞങ്ങളെപ്പോലുള്ളവരെ പ്രതികൂലം നിങ്ങൾക്ക് പ്രതികൂലെടുക്കുക. ഞാൻ നമ്മളെ സംബന്ധിച്ച് വീട് വിട്ടിട്ടാണെങ്കിൽ കൊടുക്കാനാണ് കൊടുക്കും. അപ്പൊ അത്രയും ബാധ്യത ഇല്ല എനിക്ക്. അപ്പൊ ഞങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. എന്റെ ഈ ഇതിനകത്തുള്ള 100-ൽ കൂടുതൽ ആളുകൾ ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇനി കൊടുക്കാനാണ്. വാഹനം വാങ്ങിയപ്പോൾ മുഴുവൻ തുകയും കൊടുത്തല്ലേ വാങ്ങേണ്ടി വന്നത്? ഈ 62,000 മലയാളമല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അവരും കടന്നെന്ന് പറഞ്ഞല്ലോ. അത് നമ്മുടെ ഫേസിന്റെ ഭാഗമായിട്ട് കടന്നിട്ടുണ്ട്. അത് ഏത് സാധനം കടന്നിട്ടുണ്ട്? നിങ്ങളുടെ റിപ്പോർട്ടർ ചെയ്യുന്ന കസേര മിഷൻ കാശിട്ട് പഠിക്കുന്നത് 1 മാസം കഴിഞ്ഞാൽ എന്നാലും അങ്ങേക്കും കണക്കുണ്ടാവില്ല. എത്ര വണ്ടികൾ അവർ കടന്നു, എത്ര അവർ പേ ചെയ്തു, എന്താ ഉദ്ദേശിക്കുന്നു? അത് പറഞ്ഞിട്ട് എന്താ പരിപാടി?
അതിനിപ്പോ എനിക്ക് ആഗ്രഹം വെച്ചുള്ള പ്രശ്നം നടത്താം. അല്ലെങ്കിൽ അത് ആയതുകൊണ്ട നിങ്ങള് സത്യസന്ധമായി രീതിയിൽ നിങ്ങൾ എന്നെ എല്ലാവരും കാണാൻ വന്നിരുന്നു. ആ കാണാൻ വന്ന സമയത്ത് നിങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അതിന് നിങ്ങള് ഞങ്ങള് അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യുന്ന സംവിധാനമുള്ള ആളാട്ടോ. അത് 5670 വണ്ടി കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് അവര് തന്നിട്ടുണ്ടെങ്കിൽ അതും എത്ര വണ്ടികളുടെ സൈൻ അങ്ങേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്ത ആളുകളുടെ പേരും മൊബൈൽ നമ്പറും വരാം. അല്ല അവർക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പൊ സൈനാണല്ലോ അറിയാം. അല്ല ആരുടെ ഞങ്ങൾ കൊടുത്ത വണ്ടി കുറിച്ച് പറഞ്ഞേ. അല്ല വണ്ടി അതങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചു. 5620 ആ 5620 വണ്ടി കൊടുത്തതിനകത്ത് ഈ നാഷണൽ കോൺഫെഡറേഷൻ എത്ര വണ്ടിക്ക് പൈസ തന്നു അല്ലെങ്കിൽ എത്ര വണ്ടി സഹായിച്ചു അങ്ങനെ ചോദിക്കും. ഞാൻ നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കയ്യിൽ ആളുകൾ പകുതി പൈസ എടുക്കുമ്പോൾ ആ പണം നിശ്ചിത കാലയളവിനുള്ളിൽ ഇവരുടെ ഫണ്ടിലടക്കണം. ഒരു മിനിറ്റ്. ബാക്കി പകുതി പൈസ അവരടക്കുന്നതിൽ ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് അവര് ആണ് ഡീലർമാർ. ഈ ഓർഡർ കൊടുക്കുന്നത് ഞങ്ങളല്ല. അല്ല അവര് അടച്ചിട്ടായിരിക്കുമല്ലോ അങ്ങേക്ക് അവരവരുടെ ഇടപാടുണ്ടാവല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുന്നതിന് കാരണം എന്താ പറയുക, ഈ 5620 വണ്ടി ഇതിനകത്ത് ഭൂരിഭാഗം വണ്ടിക്ക് അവർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ വിഷയമാണോ? കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോ ഇന്നലെ ചാനലവിടെ വന്നിരുന്നു. അതിൽ പണം കൊടുക്കണമെന്ന് കുറെ ആളുകൾ വന്നു. ഇന്നലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുരിതമാണ് വേറെ ഏജൻസികളുടെ ആളുകൾ പണം മേടിച്ചില്ല. കാരണം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ പണം മേടിച്ചിട്ട് ഇന്ന് 18 എണ്ണത്തിന് ഞങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്തത് ഞങ്ങളുടെ അല്ല, ഞങ്ങൾ പണം മേടിച്ചതല്ല. ആളുകൾ വന്നു. നിങ്ങളുടെ വേറെ ദുരുദ്ദേശം ചെയ്തതല്ല, നിങ്ങൾ സത്യസന്ധമായി ചെയ്തതാണ്. ഇന്നലെ വന്നല്ലോ, മാഡം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു ഫണ്ട് തിരിച്ചു മേടിക്കാൻ വരുന്ന ഒരാളല്ല, ഓട്ടോയുടെ ഡ്രൈവർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്കൂട്ടർ ഉണ്ടാവും, 10 വണ്ടി മേടിക്കാൻ വരുന്ന ആളുകൾക്ക് 30 പേരുണ്ടാവും. ആ ഓഫീസിൽ 3 റൂമുള്ളൂ. വന്നതല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് വന്നതാണ്. അപ്പോ അപ്പോ 10 പേര് കാശ് മേടിക്കാൻ വന്നാൽ അതിനകത്ത് 30 പേരുണ്ടാവും. നിങ്ങൾ ചാനലുകാരെ കാണുമ്പോൾ അതിനകത്ത് നമുക്ക് എന്താ സംഭവം? അല്ലല്ല ഒരുപാട് പേര് ഞങ്ങളുടെ ഓഫീസിൽ സാധാരണ 3 സ്റ്റാഫ് കൊടുക്കും. ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ ചാനലിൽ 50 പേര്. ഇപ്പൊ ഇന്നലെ ഇതിനു വേണ്ടി ഞങ്ങൾ നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ വിളിച്ചു കൊടുത്താണ്. അപ്പൊ ഈ കോർഡിനേറ്റേഴ്സിനെ വിളിച്ചു വരുമ്പോൾ ഈ അവരുടെ ഒരാളുടെ കൂടെ 3-4 പേരെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. ഞാൻ നിങ്ങൾ പറഞ്ഞു നോക്കുന്നു, ഞങ്ങളുടെ കാശ് പഠിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അതിന് ബേജാറാവേണ്ട ആവശ്യമില്ല. അത് നിങ്ങളതിന്റെ ഇടയിൽ ചോദിക്കുമ്പോൾ ഞാൻ എന്താ സ്കൂൾ കൂട്ടിയാണ് ഞാനിപ്പോ ചെയ്യണത്. അല്ല നിങ്ങൾ ഇതേപോലെ ഞാനിപ്പം വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആവശ്യമില്ല. എന്റെ മോളുടെ പ്രായമാണ്. ഏത് ഒരു കണക്കിന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞങ്ങളുടെ 5% വാഹനമാണ് കൊടുക്കാനുള്ളത്. ആ വാഹനം കൊടുക്കാനുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പണം വാങ്ങുന്നുണ്ട്. അതിനകത്ത് എണ്ണം ഞങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാ ഡീലർമാരും എടുത്തിട്ട് വരും. കാരണം അവരുടെ ചോദ്യം എത്ര ഫോട്ടോ കൊടുത്തു, എത്ര ഡീൽ കൊടുത്തു, അത് ഞങ്ങൾ അഭിമുഖിക്കേണ്ട കോഴ്സിൽ അങ്ങനെ കോൺഫെഡറേഷനാണ് ഇത്. നമ്മുടെ ഞാനല്ല, ഞങ്ങളുടെ പണി ഇതിന് പകുതി പൈസ കൊടുത്ത് നിങ്ങളുടെ ഇഷ്യൂ വന്നപ്പോഴേ ഞങ്ങൾ വീണ പോലെ നിങ്ങൾ അത് കൊടുക്കാൻ സൈൻ നടക്കുന്നത് ഞാനെന്ത് എന്ത് കൊടുക്കണം? അതിനെ പറഞ്ഞ 5% കൊടുക്കാൻ 5620 പേർക്ക് വണ്ടി കൊടുത്തിട്ടുണ്ട്. ആ 5620 പേരുടെ പേരും മൊബൈൽ നമ്പറും തരാൻ തയ്യാറ്. ഇനി 5% കൊടുക്കാൻ ഇന്നലെ ഞാൻ 400 പേർക്ക് നിങ്ങൾ ഒരുപാട് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ കണക്ക് പരിശോധിക്കണം. അപ്പൊ ഞാൻ കണക്ക് കൂടി ഞങ്ങൾ കണക്ക് കൂടിയിട്ട് 400 അത് എത്ര പേര് റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവും.
അത് നടന്നുകൊണ്ടിരിക്കുക. ആ വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തവരുണ്ട്. നെഗറ്റീവ് അല്ല മേഡം, വിശ്വസ്തതയാണ്. പണമായി നിങ്ങൾ ഭാഷാപരമായ വിശ്വസ്തതയുടെ ഭാഷ മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങളത് മേടിച്ചിട്ട് നമ്മുടെ പേജിനകത്താണ് ഫസ്റ്റ് റിപ്പോർട്ട് ഈ സൈബറുമായി ബന്ധപ്പെട്ട ഇതിനകത്ത് ആരും ആശങ്കപ്പെടേണ്ട. അത് വണ്ടിയായിട്ടോ പണമായിട്ടോ ഞങ്ങളുടെ കോർഡിനേറ്റർമാരെ സമീപിക്കാൻ എല്ലാവരും ഓഫീസിൽ വരേണ്ടതായിട്ടില്ല. കോർഡിനേറ്റർമാർ എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും കോർഡിനേറ്റർമാരുണ്ട്. കോർഡിനേറ്റർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. കോർഡിനേറ്റർമാർക്ക് മൊബൈൽ നമ്പറുണ്ട്. എല്ലാവരും അറിയപ്പെടുന്ന ആളുകളാണ്. അവരെ സമീപിച്ചാൽ ഫണ്ട് ഇപ്പോഴത്തെ വണ്ടിയാണെങ്കിൽ കൊടുത്ത് കാലതാമസം ജൂലൈ പ്രശ്നമൊന്നുമില്ല. ഒരു സംശയം, അതായത് ജൂലൈയില് ഈ അനിൽകുമാർ രാജിവെച്ചെന്ന് താങ്കളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. നവംബർ മാസത്തിൽ അനന്തകൃഷ്ണൻ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഗംഗോത്രിയിലെ അതിനൊരു ഫ്ലക്സ് ഒക്കെ വരുന്നുണ്ട്. രണ്ടുപേരും പടങ്ങളൊക്കെ അവര് തരുന്ന ഡിസൈനാണ്. ഈ പരിപാടികളിൽ അതൊന്നും ഉണ്ടാകാറില്ല. ഇത് ഈ നേരത്തെ കോൺഫെഡറേഷൻ തരുന്ന ഫ്ലക്സ് ബോർഡിന്റെ ഡിസൈൻ ഞങ്ങളുടെ ആളുകൾ വെക്കാം, അവരുടെ ഇന്ന ആളുകൾ വെക്കണം, ഇന്ന സാധനം വെക്കണം എന്ന് അവർ തരുന്നതാണ്. അപ്പോഴും നിങ്ങൾ ഈ അനന്ത്കുമാർ രാജിവെച്ചതിന് ശേഷം നിങ്ങൾ ഈ സംഘടനയായിട്ട് സഹകരിച്ചു പൈസ കൊടുത്തില്ലേ? ഞാൻ പഠിപ്പിച്ചു പറയുന്നില്ല, ഒരു ഉത്തരവാദിത്തമില്ലാതെ കാശ് കൊടുത്തതിന് അനന്തിന് കൊടുത്തു, എനിക്ക് ഉത്തരവാദിത്തമില്ലാന്ന് പറഞ്ഞ കേൾക്കില്ല. അത് വെച്ചോ, ഞാൻ പൈസ കൊടുത്തതിന് അനന്തകുമാർക്ക് പറയണം ഞാൻ രാജിവെക്കുമെന്ന് അരച്ചോന്നിരിക്കുന്നു. ഞാൻ മഹാന്മാരായ ആളുകൾ കണ്ടത് ഞാൻ മാത്രമല്ല ഇത്ര ആളുകൾ ഇടപെടണം. ഇപ്പൊ ഞാൻ പറയണത് ഞാൻ എന്താ പൈസ കൊടുക്കുന്നത്, എന്റെ രേഖയുണ്ട്, എനിക്ക് ഉത്തരവാദിത്തമില്ല, അത് ഞാൻ തയ്യാറല്ല. ഇത്രയും വലിയൊരു അളവ് വാഹനങ്ങൾ വേണമെന്ന് പറയുമ്പോഴേ, ഇത്രയും കൂടുതൽ വാഹനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ സാധാരണ ഷോറൂമുകളിലേക്ക് ഓരോ മാസം അവർ കൊടുക്കുന്ന വാഹനം ഉണ്ടാവില്ല, അതിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. അതിന് എക്സ്ട്രാ വേണം ഈ പറയുന്ന 10,000, 20,000, 50,000 വാഹനങ്ങൾ. ഇത് മാനുഫാക്ചർ ചെയ്യാനുള്ള സംവിധാനം കൂടെ വേണ്ടേ? ഞങ്ങൾ ഒറ്റയടിക്കലാണ് ഇത്രയും അല്ല, അതപ്പോ അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമായിരുന്നു. ഇത്രയും വാഹനങ്ങൾ മാനുഫാക്ചർ ചെയ്ത് ഈ സമയത്തിലോട്ട് കൊണ്ടുവരുന്നത് പ്രയാസമുള്ളതല്ല. ഇപ്പൊ ഞങ്ങള് ഇത്രയും വീലറായിട്ട് ഞങ്ങൾ CSR ഫണ്ടല്ല, അത് ഞങ്ങൾ മോഡി 30,000, 22,000 ഞങ്ങൾ 5 മാസം സബ്സിഡി കൊടുക്കും. അപ്പൊ അവിടെ കമ്പനി പോയ സമയത്ത് 100 വണ്ടി വലിയ വലിയ ഗുണമാണ്. അത് ഞങ്ങൾ ഈ ഇഷ്യൂ ഒന്നാലും പെട്ടെന്നൊക്കെ അന്ന് CSR അല്ല, പബ്ലിക്കിന് ജനങ്ങൾ ഈ മാർക്കറ്റിൽ നടക്കുന്ന ലോകം എല്ലാവരും 1000 പേർക്ക് കൂട്ടാനായിട്ട് പരിപാടി. അപ്പോൾ എല്ലാവരുടെയും സഹായത്തിലും എല്ലാത്തിനും നന്ദി. ഞാൻ ഈ പെട്ടെന്ന് ടെക്സ്റ്റിൽ വരെ പറഞ്ഞു സോറി ക്ഷമിക്കുക. പരാതി എന്നാ കൊടുക്കുക? ഞാൻ ഈ പത്രസമ്മേളനത്തിൽ വരുന്നതിന് മുമ്പ് സുരേന്ദ്രനോട് സംസാരിച്ചു. ഞാൻ കേരളത്തിലെ BJPയുടെ സീനിയർ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ്, കോർ കമ്മിറ്റി മെമ്പറാണ്. ആർക്കും ഒരു ആക്ഷേപമില്ല. എല്ലാ പാർട്ടിയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇത് ആരും പറ്റില്ലല്ലോ. എന്റെ പാർട്ടിക്ക് എന്നെ വിശ്വാസമുണ്ട്. എന്റെ വിശ്വാസത്തിന്റെ